ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നല്ലൊരു ദിവസമായിരിക്കട്ടെ. ഇന്ന് നല്ലൊരു ചിന്തകൾ നമ്മുടെ മനസ്സിൽ, നല്ല ആഗ്രഹങ്ങൾ, നല്ല ലക്ഷ്യങ്ങൾ, നല്ല അനുഭവങ്ങൾ നിറഞ്ഞതാകട്ടെ നമ്മുടെ ഇനിയുള്ള ദിവസങ്ങൾ. ഈ ഒരു വർഷത്തിലെ ഇനിയുള്ള ദിവസങ്ങളെല്ലാം നല്ല ദിനങ്ങളാവട്ടെ. പഠിപ്പിക്കുന്ന രീതിയും പകർന്നു നൽകുന്ന സ്നേഹവും പ്രതീക്ഷ നൽകിയുള്ള കരുതലുമാണ് വിദ്യാർത്ഥികളുടെ മനസ്സകങ്ങളിൽ ഒരിക്കലും മറക്കാത്ത മികച്ച നല്ല അധ്യാപകരായി മാറ്റുന്നത്. നല്ലൊരു മനുഷ്യനാവുക, അത് മറ്റുള്ളവർക്ക് തെളിയിച്ചു കൊടുക്കുവാൻ വേണ്ടി വെറുതെ സമയം കളയേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ നന്നായിട്ട് ജീവിക്കുക, സത്യസന്ധമായി ജീവിക്കുക. ജീവിതത്തിലുണ്ടായ ദുരനുഭവങ്ങളൊക്കെ മറന്നു കളഞ്ഞേക്കുക. എന്നാൽ ആ അനുഭവങ്ങളിലൂടെ നമ്മൾ പഠിച്ച കുറേ പാഠങ്ങൾ കാണും. ആ പാഠങ്ങളൊന്നും മറക്കരുത്. അതൊക്കെ നമുക്കൊരു വലിയൊരു ലെസണാണ്. നമുക്ക് ജീവിതത്തിൽ അതൊക്കെ എപ്പോഴെങ്കിലും അത് നമ്മുടെ ആ ഒരു ദുരനുഭവങ്ങളിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇനി ആ ഒരു ദുരനുഭവങ്ങൾ വരാതിരിക്കുന്നതിന് വേണ്ടി കുറേ കാര്യങ്ങളൊക്കെ തീരുമാനങ്ങളൊക്കെ എടുക്കുവാനുള്ള ഒരു അവസരങ്ങളായിട്ട് കാണണം. എല്ലാവർക്കും കഴിവുകൾ ഒരുപോലെയൊന്നുമല്ല, എന്നാൽ നമുക്കെല്ലാവർക്കും കഴിവുകൾ വികസിപ്പിക്കാനുള്ള അവസരം ഒരുപോലെയാണ്. ആ അവസരം എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് കേട്ടോ നമ്മളെ എവിടെ ചെന്നെത്തുന്നു ഉള്ളത്. നല്ല അവസരങ്ങൾ നമ്മൾ നന്നായിട്ട് വിനിയോഗിക്കുക. ആ അവസരങ്ങളെ വളരെ മോശമായിട്ട് നമ്മൾ തള്ളിക്കളയുവാണെങ്കിൽ നമ്മൾ എങ്ങും എത്തില്ല. ആ അവസരങ്ങൾ മാക്സിമം ഹാർഡ് വർക്ക് ചെയ്ത് നമ്മൾ സക്സസ്സിലെത്തുവാണെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നിടത്ത് എത്താൻ പറ്റും. എല്ലാ ദിവസവും നമുക്ക് നല്ല ദിവസങ്ങളൊന്നും ആയിക്കൊള്ളണമെന്നൊന്നുമില്ല കേട്ടോ. സന്തോഷം നിറഞ്ഞ ദിവസങ്ങൾ ആകണമെന്നുമില്ല. പക്ഷേ ആ ദിവസം നമുക്ക് നല്ല അനുഭവങ്ങൾ തരും, നല്ല മനോഭാവങ്ങളും ഉണ്ടാകും. ആ രീതിയിൽ നമ്മൾ അതിനെ അഭിമുഖീകരിക്കുകയാണെങ്കിൽ കുറച്ചൊക്കെ നല്ല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അത് പ്രകടിപ്പിക്കുവാൻ സാധിക്കും. ഓക്കെ, മാതാപിതാക്കളുടെ സ്നേഹപ്രകടനങ്ങൾക്ക് കുട്ടികളുടെ വളർച്ചയിലുള്ള പങ്ക് വലുതാണ്. എപ്പോഴും നമുക്ക് മക്കളോട് ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നതെന്നൊന്നും പറഞ്ഞുകൊണ്ടിരിക്കാനൊന്നും പറ്റില്ല. പക്ഷേ നമ്മുടെ നോട്ടത്തിലും വാക്കിലും പെരുമാറ്റത്തിലുമൊക്കെ അതവർക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അച്ഛനമ്മമാർക്ക് എത്ര തിരക്കാണെങ്കിലും ഉണ്ടല്ലോ, എല്ലാ ദിവസവും അവരുടെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനും സ്കൂളിൽ നിന്ന് വരുമ്പോൾ അവരോട് ചോദിക്കാനും എന്തുണ്ട് വിശേഷം എന്നൊക്കെ അവരെ കേട്ടിരിക്കാനും നമ്മൾ കുറച്ചൊക്കെ സമയം കണ്ടെത്തുന്നത് ഏറ്റവും നല്ലതായിരിക്കും കേട്ടോ. കഥ പറയാനും അവരോട് കളിക്കാനും സ്കൂളിലെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാനും ഒക്കെ നമുക്ക് സമയം കണ്ടെത്തണം. അവരെ കേൾക്കുവാൻ നമുക്ക് കുറച്ച് ക്ഷമയോടെ കേട്ടിരിക്കണം. എല്ലാവർക്കും തിരക്കുള്ള കാലഘട്ടത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. തങ്ങൾക്ക് വേണ്ടി സമയം മാറ്റി വയ്ക്കുന്നുണ്ടല്ലോ എന്ന ചിന്ത നമ്മുടെ ഓരോ കുട്ടികളെയും സന്തോഷിപ്പിക്കും. അവർ നല്ല നല്ല കാര്യങ്ങൾ പറയുമ്പം ഗുഡ് ആണെങ്കിൽ വെരി ഗുഡ് എന്ന് പറയാനും അവരെ പ്രോത്സാഹിപ്പിക്കാനും ഒക്കെ നമുക്ക് സാധിക്കും കേട്ടോ. വാക്കുകൾ കൊണ്ട് അത് ചെയ്താൽ മതി. അവർക്കത് വളരെ അവരുടെ എല്ലാ നല്ല സ്വഭാവങ്ങളെയും അവർ ഇടയ്ക്കിടയ്ക്ക് അവരോട് വെരി ഗുഡ്, എക്സലൻറ്റ് എന്നൊക്കെ അവരോട് പറയുവാണെങ്കിൽ അവർക്ക് മനസ്സിലാകും. അവരുടെ സ്വഭാവത്തിൽ തന്നെ കുറേയേറെ മാറ്റങ്ങളൊക്കെ വരും. നമ്മുടെ കുട്ടികളോട് മാത്രമല്ല കേട്ടോ, നമ്മുടെ കുടുംബത്തിലുള്ള മറ്റുള്ള നമ്മുടെ എല്ലാവരോടും, പേരൻസ് ആയാലും ഗ്രാൻഡ് പേരൻസ് ആയാലും കൂടെയുള്ള സഹോദരങ്ങളായാലും കസിൻസ് ആയാലും എല്ലാവരോടും, നമ്മുടെ സുഹൃത്തുക്കളോട് പോലും നമ്മൾ ചിലപ്പോൾ നമ്മുടെ സംസാരത്തിൽ ഇടയ്ക്ക് നമ്മൾ പറയുമല്ലോ, എന്നെക്കൊണ്ട് കൊള്ളില്ല, അവനെക്കൊണ്ട് ഒന്നിനും കൊള്ളില്ല, അവൻ വെറുതെ പഠിച്ചതാണ്, അവനെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല, അവനെ വലിയ കഴകത്തൊന്നുമില്ല എന്നൊക്കെ പറയുന്ന ബാഡ് വേർഡ്സ് ആരോടും പറയാതിരിക്കുക കേട്ടോ.